മക്കളെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അക്കൗണ്ടൻസിന്റെ എക്സാം? എന്ത് തന്നെയായാലും ഇനി നമുക്ക് വരാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എക്സാം ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഓരോ ചാപ്റ്ററിലും ഞാൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 40 മാർക്കിന് മേലെ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. 60ൽ 40 മാർക്കിന് മേലെ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് സാധാരണ പരീക്ഷകളിലായിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരിക്കലും ഈ വീഡിയോയിലുള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ 40 മാർക്കിന് മേലെ നിങ്ങൾക്ക് എന്തായാലും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് മറ്റൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എജുപോർട്ടിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ലൈവ് നടക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് രാത്രി ലൈവ് ഉണ്ട്, അതുപോലെ തന്നെ നാളെയും ലൈവ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ലൈവ്സിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും എക്സാമിന് പോകുന്നതിന് മുന്നേ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒന്നും പഠിക്കാത്ത ആളുകളായിരിക്കും, മേ ബി എല്ലാം പഠിച്ചവരായിരിക്കും. എന്ത് തന്നെയായാലും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിലും നോക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക. മക്കളെ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 8 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്ങിന് ഒരു 6 സ്റ്റേജസ് ഉണ്ട്. നിർബന്ധമായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ്സ്, ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് യൂണിറ്റ്, അതിൻ്റെ ഡയഗ്രാം അടക്കം എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം വരക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇങ്ങനെയുള്ള 4 ടോപ്പിക്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എക്സാമിന് വരാറുള്ളത്. ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിൻ്റെയും റോമിൻ്റെയും ഡിഫറൻസ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് എന്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 4 ഫംഗ്ഷൻസ് ഉണ്ട്: മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻസ് കറക്റ്റായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയറിന് 4 ലെവൽസ് ഓഫ് ഫ്രീഡം കൊടുക്കുന്നുണ്ട് FSF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെ. ആ 4 ലെവൽസ് ഓഫ് ഫ്രീഡം എന്താണ് എന്നുള്ളത് പഠിക്കണം. ഡോണ്ട് വറി, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എജുപോർട്ടിൻ്റെ ലൈവിൽ വന്നാൽ ഈ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ലൈവ് നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് മൂന്നാമത്തെ ചാപ്റ്റർ മക്കളെ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 8 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള 7 ഫേസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഫേസുകൾ ലിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഡീബഗ്ഗിങ് എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഡീബഗ്ഗിങ്, അല്ലെങ്കിൽ ഡീബഗ്ഗിങ്ങിൻ്റെ ഡെഫിനിഷനിങ് തരും, എന്നിട്ട് അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉള്ള രീതിയിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഡീബഗ്ഗിങ്ങിൻ്റെ ഡെഫിനിഷൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാമിൽ 3 ടൈപ്പ് എറേഴ്സ് ഉണ്ട്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഈ 3 ടൈപ്പ് എറേഴ്സിനെ പറ്റിയിട്ട് എക്സാമിന് സ്ഥിരം വരുന്നതാണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷനിൽ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ടോക്കൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതിൽ ടോക്കൻസിനായിട്ട് ക്ലാസിഫൈ ചെയ്യുക, ഇതിൽ ഏതാണ് ഓപ്പറേറ്റർ, ഇതിൽ ഏതൊക്കെയാണ് കീവേഡ്സ്, ആ രീതിയിലൊക്കെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യം ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയറിൻ്റെ റൂൾസ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന
ചോദിക്കുന്നതാണ്. റൂൾസ് ഡയറക്റ്റ് തന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മളോട് കുറേ ഐഡന്റിഫൈസ് തന്നിട്ട് ചോദിക്കും, അതിൽ ഏതൊക്കെയാണ് വാലിഡ് ഏതൊക്കെയാണ് ഇൻവാലിഡ്. ഈ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററിന് 8 മാർക്കിന്റെ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ C++ലെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, ഒരുപാട് ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളുടെയൊക്കെ ഫേവറേറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഒരുപാട് പ്രാവശ്യം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് C++ പ്രോഗ്രാമിൽ ഒരു 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിന്റെ കാസ്കേഡിംഗ് എന്താണെന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ കാസ്കേഡിംഗ് പഠിച്ചു വെക്കുക. ഡോണ്ട് വറി, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ ടേംസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് 6ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്റർ എന്താ, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് ആണ്. അതിൽ 6 മാർക്കിന് വെയിറ്റേജ് വരുന്നുണ്ട്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് കമൻസ്, അല്ലെ? C++ പ്രോഗ്രാമിൽ കമൻസ് എങ്ങനെയാണ് എഴുതുക, ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് മോഡിഫയേഴ്സ്, ടൈപ്പ് കൺവേർഷൻസ് രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സിംബോളിക് കോൺസ്റ്റൻസ്, ഇതൊന്നും വായിൽ കൊള്ളാത്തതായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് സ്ഥിരം ഇത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്റർ മക്കളെ ചില്ലറയല്ല, 10 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ സിൻടാക്സ്, അതായത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഈഫിന്റെ സിൻടാക്സ് ആയിരിക്കും, ചിലപ്പോൾ ഈഫെൽസിന്റെ ആയിരിക്കും, ചിലപ്പോൾ സ്വിച്ചിന്റെ ആയിരിക്കും, ചിലപ്പോൾ ഫോർ ലൂപ്പിന്റെ ആയിരിക്കും, ചിലപ്പോൾ വൈൽ ലൂപ്പിന്റെ ആയിരിക്കും. അതായത് എന്തായാലും നിങ്ങളോട് എന്തിൻ്റെങ്കിലൊക്കെ സിൻടാക്സ് എഴുതാൻ ചോദിക്കും. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമാറ്റ്, അതെന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും സിൻടാക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ ലൈവിൽ ഈ സിൻടാക്സുകളൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും, ഡോണ്ട് വറി. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സ്വിച്ചിന്റെയും എൽസീഫ് ലാഡറിന്റെയും ഡിഫറൻസ്. സ്വിച്ചിന്റെയും എൽസീഫ് ലാഡറിന്റെ ഡിഫറൻസിൽ ഒരു 4 പോയിന്റ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഡിഫറൻസ് ഡയറക്റ്റ് തന്നെ എഴുതാൻ ചോദിക്കില്ല, ചിലപ്പോൾ ഒരു സ്വിച്ച് തന്നിട്ട് അതിനെ എൽസീഫ് ലാഡർ ആക്കി മാറ്റാൻ പറയും, അല്ലെങ്കിൽ ഒരു എൽസീഫ് ലാഡർ തന്നിട്ട് അതിനെ സ്വിച്ച് ആക്കി മാറ്റാൻ പറയും. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. അതേപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ നന്നായിട്ട് പഠിച്ചു നോക്കുക. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും വരുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ടല്ലോ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് 4 കമ്പോണൻസ് ഓർ എലമെന്റ്സ് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിന് 4 കമ്പോണൻസ് ഇല്ലേ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ലൂപ്പ് ബോഡി എന്നൊക്കെ പറയുന്ന 4 കോമ്പണൻസ് ഉണ്ട് ഒരു ലൂപ്പിന്. ആ ലൂപ്പിന്റെ 4 കോമ്പണൻസ് എഴുതാൻ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ലൂപ്പ് തന്നിട്ട് അവർ ചോദിക്കുക എന്തായിരിക്കും എന്നറിയോ, ഈ ലൂപ്പിൽ ഓരോ കോമ്പണൻസും ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ലൂപ്പിന് കോമ്പണൻസ് ഉള്ളതെന്ന് ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പിന്റെയും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെയും ഡിഫറൻസ്. ഇതിന്റെ ഒരു 3 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ എത്രയാണ് 7ാമത്തെ ചാപ്റ്റർ. 8ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അഗെയിൻ കുറച്ചൊന്നുമല്ല, വെയിറ്റേജ് 10 മാർക്കിന് വെയിറ്റേജ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഒന്ന് അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമതായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഹബ്ബ്, സ്വിച്ച്, റിപ്പീറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട്, ബ്രിഡ്ജ് എന്നെല്ലാം പറഞ്ഞിട്ട്, റൗട്ടർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ ഏതിൻ്റെങ്കിലുമൊക്കെ ഡെഫിനേഷൻ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഹബിൻ്റെയും അതുപോലെ തന്നെ സ്വിച്ചിൻ്റെയും ഡിഫറൻസ് എന്താ, അതുപോലെ തന്നെ റൗട്ടറിൻ്റെയും ബ്രിഡ്ജ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡിഫറൻസ് എന്താ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇപ്രാവശ്യത്തെ നമ്മളെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ടോപ്പോളജിയും നെറ്റ്വർക്ക് പ്രോട്ടോകോൾസും. ഇത് രണ്ടും നമുക്ക് മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്സ് ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക മക്കളെ. 9ാമത്തെ ചാപ്റ്റർ ഇന്റർനെറ്റിൽ നിന്ന് 7 മാർക്കിന് വെയിറ്റേജ് ആണ്. സർവീസസ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് തരുന്ന 4 സർവീസുകൾ, ഇമെയിൽ, ബ്രൗസിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 4 സർവീസസ് പഠിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമെയിലിൻ്റെ സെക്ഷൻസ്, CC എന്നെല്ലാം പറഞ്ഞിട്ട് ഇമെയിലിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ലൈവിൽ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, ആ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമെയിലിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഇമെയിലിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് പരീക്ഷയ്ക്ക് സ്ഥിരം ഇമെയിലിനെ പറ്റി ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇമെയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമെയിൽ പോലെ തന്നെ സോഷ്യൽ മീഡിയന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നാൽ IT ആപ്ലിക്കേഷൻസ് ഒന്നും 5 മാർക്കിന് വെയിറ്റേജ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്റർ പോലും വെയിറ്റേജ് ഒന്നും നോക്കി ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഏറ്റവും മിനിമം ഒരു 5 മാർക്കിന്റെ വെയിറ്റേജ് അല്ലേ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെങ്കിലും വരുന്നുണ്ട് അല്ലെ. ഓരോ ചാപ്റ്ററിനും ഏറ്റവും മിനിമം 5 മാർക്കിന് വെയിറ്റേജ് എങ്കിലും വരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്റർ പോലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവേണൻസിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ചോദിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഈ ഗവേണൻസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, ചലഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഗവേണൻസിൽ 4 ഇന്ററാക്ഷൻസ് പഠിക്കുന്നുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവേണൻസിന്റെ
ഇൻഫ്രാസ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതാണ് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടെ ഒരിക്കലും ഒരുമിച്ച് ചോദിക്കില്ല. പക്ഷേ ഇതിലേതെങ്കിലും അല്ലേ 1-2 പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ഈ ലേണിംഗ് ടൂൾസ് ആണ് ഈ ചാപ്റ്ററിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ലേണിംഗ് ടൂൾസ്, ഈ ടെക്സ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഈ ബുക്ക് റീഡർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 4-5 ഈ ലേണിംഗ് ടൂൾസ് പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യമാണ്. അതായത് ഓരോ ചാപ്റ്ററും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു ഡോണ്ട് വറി, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ലൈവിൻ്റെ ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. സമയമാകുമ്പോൾ ആ ലൈവിൽ കയറി അങ്ങ് വരിക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെച്ച് സെറ്റ് ആക്കുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.